ചെറിയ യൂട്യൂബ് ചാനലുകൾക്ക്, അതായത് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ചാനലുകൾക്കും, അല്ലെങ്കിൽ ഈ കൊല്ലം പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ള ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിട്ടുള്ളത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന പല അറിയപ്പെട്ട യൂട്യൂബ് ചാനൽസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുതിയ യൂട്യൂബ് ചാനലുകൾക്ക് അല്ലെങ്കിൽ ചെറിയ ചാനലുകൾക്ക് യൂട്യൂബ് നല്ല രീതിയിൽ റീച്ചും വ്യൂസും കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ആക്ച്വലി യൂട്യൂബ് ശരിക്കും അത്തരത്തിൽ ചെറിയ ചാനലുകളെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, അതോ ഈ ചാനലുകളൊക്കെ വെറുതെ വ്യൂസിന് വേണ്ടിയിട്ടോ റീച്ചിന് വേണ്ടിയിട്ടോ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ അടിച്ചിറക്കുന്ന ഒരു വാർത്ത മാത്രമാണോ ഇത്? വെൽക്കം ബാക്ക് ടു സ്കില്ലിഫൈ. 2026 ചെറിയ യൂട്യൂബ് ചാനലുകൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യൂട്യൂബ് ഏത് രീതിയിലാണ് ചെറിയ ചാനലുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ചെറിയ ചാനലുകൾക്ക് പെട്ടെന്ന് ബ്ലോ അപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ, അതോ ഈ കണ്ടന്റ് ക്രിയേറ്റർമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നുണയാണോ? നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ചാനലുകൾക്ക് വലിയ രീതിയിലുള്ള വ്യൂസ് കിട്ടിയിരുന്നു. അവർ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും, എന്തിനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്താലും അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ കൗണ്ട് നോക്കിയിട്ടൊക്കെയാണ് യൂട്യൂബ് അവർക്ക് നല്ല രീതിയിലുള്ള റീച്ചും വ്യൂസും ഒക്കെ കൊടുത്തിരുന്നത്. കാരണം പണ്ട് യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നത് ക്രിയേറ്ററിനെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു ഫോക്കസിനെ യൂട്യൂബ് ഷിഫ്റ്റ് ചെയ്തിട്ട് വ്യൂവറിന്റെ ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതായത് പണ്ട് യൂട്യൂബ് വീഡിയോസ് പ്രൊമോട്ട് ചെയ്തിരുന്നത് ക്രിയേറ്ററിന്റെ പൊട്ടൻഷ്യലിനനുസരിച്ചും ആ ചാനലിന്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ ആയിരുന്നു, അതായത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിനനുസരിച്ച്. എന്നാൽ ഇപ്പൊ യൂട്യൂബ് ആ കാര്യം നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് വ്യൂവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു വീഡിയോ നിങ്ങളുടെ ചാനൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന ഓരോ വ്യൂവറിന്റെയും ബിഹേവിയർ അനുസരിച്ച് ആ വ്യൂവർ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യൂവർ എന്തുകൊണ്ടാണ് ആ വീഡിയോ കാണുന്നത്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വീഡിയോയെ പിന്നീട് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത്. പഴയതുപോലെയൊന്നല്ല, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ചെറിയ ഓഡിയൻസിലേക്ക് ആദ്യം യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും. സോ ആദ്യം കണ്ട ആ വ്യൂവേഴ്സിന്റെ ബിഹേവിയർ നോക്കിയിട്ട്, അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ട് അതിനുശേഷമാണ് പിന്നീട് ആ വീഡിയോ പുഷ് ചെയ്യണോ മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യണോ എന്നുള്ളത് പോലും യൂട്യൂബ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒരു മാറ്ററേ അല്ല. നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ 0 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളുടെ വീഡിയോ ബ്ലോ അപ്പ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ചാനലിന് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ചാനലിലെ വീഡിയോ യൂട്യൂബ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്രോപ്പറായി തന്നെ പഠിച്ചിരിക്കണം. ഒരു വീഡിയോ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ആ വീഡിയോ ആദ്യം ഒരു സ്മാൾ ഗ്രൂപ്പിലേക്ക് പുഷ് ചെയ്യും. അതായത് ഒരു 10 പേരെന്ന് വിചാരിക്കുക. ആ 10 പേര് നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ 10 പേരിൽ എത്ര പേരാണോ നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് എന്ന് യൂട്യൂബ് നോക്കും. ഇതിനെയാണ് CTR അല്ലെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാത്രം കാര്യവുമില്ല. ഒരാൾ നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്തതിനു ശേഷം അയാൾ എത്രത്തോളം മിനിറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 5 മിനിറ്റ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര മിനിറ്റ് വരെ ആ വീഡിയോ കാണുന്നുണ്ട് എന്നും യൂട്യൂബ് അനലൈസ് ചെയ്യും. അങ്ങനെ ആ വീഡിയോ പെർഫോം ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം പിന്നീട് അടുത്തൊരു ഓഡിയൻസ് ഗ്രൂപ്പിലേക്ക് യൂട്യൂബ് അതിനെ പുഷ് ചെയ്യും. ഈ ഒരു രീതിയിലാണ് ഒരു ചാനൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഇതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ചെറുതാണെങ്കിലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ കൂടി നിങ്ങളുടെ വീഡിയോസ് എല്ലാം വൈറലാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് പ്രാക്ടിക്കലായി പറയാം, അതായത് എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ചാനലിനെ വളർത്തുക എന്നത്. സോ അത്തരത്തിലുള്ള ഒരു വൈറാലിറ്റി അല്ലെങ്കിൽ അത്തരത്തിലൊരു വളർച്ച നിങ്ങളുടെ ചാനലിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു നീഷിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. ഈ ചാനൽ കൂടാതെ എനിക്ക് വേറൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനൽ ഏതാണെന്നും ഞാൻ അതിൽ എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നതെന്നും ഞാൻ അതിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഈ ചാനലിലൂടെ പറയുന്നതായിരിക്കും. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആ ചാനൽ തുടങ്ങിയ സമയത്ത് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഒരു നീഷിൽ ഫോക്കസ് ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്റെ ചാനലിന്റെ വളർച്ചയെ അത് കുറച്ച് ലേറ്റ് ആക്കിയിരുന്നു. സോ നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ട ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യം ഒരു കാരണവശാലും ചെയ്യരുത് എന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നീഷിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണം. അതല്ല, നിങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു നീഷ് ചൂസ് ചെയ്തതിന് മാത്രം, അതിൽ ഫിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടുള്ളൂ. സോ എങ്ങനെ ഒരു റൈറ്റ് നീഷ് ചൂസ് ചെയ്യാം എന്നതിനെ പറ്റി ഈ ചാനലിൽ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡിലും കൊടുക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണാം. കാരണം നീഷ് എന്ന് പറയുന്ന സംഭവം ഒരു യൂട്യൂബിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സക്സസിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഫുള്ള് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേസ്റ്റ് ആയിരിക്കും. സോ യൂട്യൂബ് ഒരിക്കലും ചെറിയ ചാനലുകളെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ചാനലുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ
നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നിഷിന് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോസിന് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ഒരു റൈറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ കൂടി നിങ്ങൾ ഇടുന്ന വീഡിയോസിന് നല്ല രീതിയിൽ വ്യൂസ് കിട്ടാൻ ഇപ്പോൾ അവസരമുണ്ട്. കാരണം ചാനലിന്റെ വലുപ്പവും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒന്നും നോക്കാതെ തന്നെ ഓരോ വീഡിയോസിനും, ഓരോ ഇൻഡിവിജ്വൽ വീഡിയോസിനും യൂട്യൂബ് ഇപ്പോൾ ചാൻസ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്ന് കരുതി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരിക്കലും നിർത്തരുത്. സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് നോക്കിയിട്ടല്ല ഇപ്പോൾ നിലവിൽ യൂട്യൂബ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ചാനലുകൾക്ക് അല്ലെങ്കിൽ പുതിയതായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു ഹെൽപ്പ് ആയിരിക്കും. സോ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ഒരു റൈറ്റ് നീഷ് ചൂസ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ തോട്ടുകളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് see you in the next video.